لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن أبي محمد عبد الرحمن بن أبي بكر الصديق رضي الله عنهما أن أصحاب الصفة كانوا أناسا فقراء، وأن النبي صلى الله عليه وسلم قال مرة: من كان عنده طعام اثنين فليذهب بثالث، ومن كان عنده طعام أربعة فليذهب بخامس بسادس أو كما قال. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഔലിയാക്കളുടെ കറാമത്തുകളും അതിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ പറയുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെയായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആമുഖമായി നൽകിയ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔലിയാഇൻ്റെയും കറാമത്തിൻ്റെയും വിഷയത്തിൽ എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്നും അതിൽ നിന്നും തെന്നിമാറി പിഴച്ച വിശ്വാസങ്ങളും പ്രചരണങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അനിസ്ലാമികമായ അവരുടെ വാദങ്ങളുടെ ചില സാമ്പിളുകളുമൊക്കെ കഴിഞ്ഞ അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പതിവ് ശൈലി അനുസരിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിഷയകമായി സുദീർഘമായ ചില ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വഅൻ അബി മുഹമ്മദിൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ നവവി ഇമാം വഅൻ അബി മുഹമ്മദിൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാനിൻ്റെ മകനായ മുഹമ്മദ്, ആ മുഹമ്മദിൻ്റെ പിതാവ്, അത് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് അബൂ മുഹമ്മദ് എന്നിവിടെ പറഞ്ഞത്. അഥവാ മുഹമ്മദിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്ന് പേരുള്ള പേരക്കുട്ടി. അപ്പം ആ പേരക്കുട്ടിയുടെ ഉപ്പ ആകുമ്പോൾ അതാരായി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരായിരുന്നു? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ സഹാബിമാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ 4 പേരും ആ നിലക്കുള്ള സഹാബാക്കളായി എണ്ണപ്പെടുന്ന അപൂർവം ആളുകളിൽ ഒരു വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിയാണ്, പിതാവ് അബൂ ഖുഹാഫ സഹാബിയാണ്, മകൻ അബ്ദുറഹ്മാൻ
സഹാബിയാണ്, അബ്ദുറഹ്മാനിൻ്റെ പുത്രൻ മുഹമ്മദ്. ഇങ്ങനെ ഇവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഒരു സംഭവത്തെ മകൻ തന്നെയാണ് ദൃക്സാക്ഷിയായതിൻ്റെ പേരിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് കറാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വിഷയം എന്നുള്ളത് മറക്കരുത്. അന്ന അസ്ഹാബ സുഫ, സുഫത്തിൻ്റെ ആളുകൾ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ആരാണ് ഈ സുഫത്തിൻ്റെ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാനു ഉനാസൻ ഫുഖറാ, അവർ പരമദരിദ്രരായ കുറേ മനുഷ്യന്മാരായിരുന്നു. അസ്ഹാബു സുഫ എന്നറിയപ്പെട്ടിരുന്ന പരമദരിദ്രന്മാരായിരുന്ന കുറേ ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അഹ്ലുസുഫ, അസ്ഹാബുസുഫ എന്നൊക്കെ അറിയപ്പെടുന്ന പാവങ്ങളായ കുറച്ചാളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. ആരായിരുന്നു അവര്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന മുഹാജിറുകളായ ആളുകളിൽ ധാരാളം ആളുകൾ, നല്ല സമ്പന്നരായ ആളുകൾ തന്നെയാണ് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. മക്ക രാജ്യം വിട്ടുകൊണ്ട് ഇസ്ലാമിനെ ആഗ്രഹിച്ചുകൊണ്ട്, ഇസ്ലാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് സമ്പത്ത് വലുതല്ല, മറ്റു കുടുംബങ്ങൾ വലുതല്ല എന്ന നിലക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള മഹബത്ത്, സ്നേഹം അവരുടെ മനസ്സിൽ രൂഢമൂലമായപ്പോൾ അവർ സ്വദേശം വെടിയുകയാണ്. അങ്ങനെ വെടിഞ്ഞു മക്ക വിട്ട് മദീനയിലേക്ക് പോന്നവരാണല്ലോ മുഹാജിറുകൾ. ആ മുഹാജിറുകളായ ആളുകൾ മദീനയിലെത്തിയപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, അവർ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ അഭയാർത്ഥികളായിരുന്നു. ആ അഭയാർത്ഥികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ വന്നിട്ടുള്ള പ്രവാചകനും മുഹാജിറാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹാജിറുകളായ ആളുകൾക്ക് വീടും കുടുംബമൊന്നുമില്ലല്ലോ, അവർ തനിയെ വന്നിരിക്കുകയാണ്. ചിലരുടെ കൂടെയൊക്കെ ഭാര്യമാരുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. എന്നാൽ അവരുടെ സമ്പത്തൊക്കെ ഇട്ടേച്ചുകൊണ്ടാണ് അവർ പോന്നിട്ടുള്ളത്. കാരണം മുശ്രിക്കുകൾ അവർ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോന്നപ്പോൾ ഒന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ധരിക്കുന്ന വസ്ത്രവുമായി കൊണ്ടുപോയിക്കൊള്ളൂ, നിങ്ങൾ മക്കയിൽ നിന്ന് ഉണ്ടാക്കിയ മുതൽ കൊണ്ടൊന്നും മദീനയിലേക്ക് പോകാൻ നിങ്ങൾ വിടൂല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുതലൊക്കെ നിങ്ങളെടുത്തോ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന ആ ഒരു ദൃഢമായ ബോധ്യത്തോടുകൂടി അവർ മദീനയിലേക്ക് പോരുകയാണ് ഉണ്ടായത്. ഗതികെട്ടുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോരേണ്ടി വന്നത്. ചരിത്രം നാം വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ മദീനയിൽ വന്ന ആളുകളെ പലരും അൻസാറുകളായ, അഥവാ മദീനയിൽ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ സഹാബിമാർ പലർക്കും അവരവരുടെ വീടുകളിൽ സൗകര്യമുള്ളയിടത്തൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാലും കുറേ ആളുകളുണ്ടല്ലോ മക്കയിൽ നിന്ന് പോന്നവർ, അവരിൽ പലർക്കും തലചായ്ക്കാൻ ഒരു ഇടമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, വസ്ത്രമില്ല, കുടുംബങ്ങളില്ല, വീടില്ല, ഒന്നുമില്ല, സമ്പത്ത് ഒന്നുമില്ല. അത്തരത്തിലുള്ള ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിർമ്മിച്ച മദീന മസ്ജിദിൽ, മസ്ജിദുൻ നബവിയുടെ പിൻഭാഗത്ത് ഒരു സ്ഥലത്താണ് അവർ കഴിച്ചുകൂട്ടിയിരുന്നത്. ആ പട്ടിണി പാവങ്ങൾ അവിടെയാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ചുറ്റുഭാഗത്തും അവർക്ക് റൂമുകളൊന്നുമില്ല. ഈത്തപ്പനയോലകൾ കൊണ്ട് ഒരു റൂഫുണ്ടാക്കി വെയിലും മഴയും കൊള്ളാതെ ഒരു തണൽ കിട്ടുന്ന നിലക്ക് ഒരിടം മസ്ജിദിൻ്റെ ഒരു ഭാഗത്ത്, പിൻഭാഗത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പാട് ചെയ്തു. അവിടെയാണ് അവർ കഴിച്ചുകൂട്ടിയിരുന്നത്. സുഫത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമുക്ക് മലയാളത്തിൽ മൊഴിമാറ്റം നടത്തുമ്പോൾ നമ്മുടെ നാടൻ പ്രയോഗത്തിൽ കോലായ, അതുപോലെ തന്നെ തിണ്ണ എന്നൊക്കെ പറയാം. ഒരു ചെരു, പള്ളിയുടെ ഒരു മൂല, പള്ളിയുടെ ഒരു ഭാഗത്ത്
അവർ താമസിച്ചിരുന്നു. അവിടെയാണ് അവർ കഴിച്ചുകൂട്ടിയിരുന്നത്. വളരെ പാവങ്ങളായ ആളുകൾ അവിടെ കഴിച്ചുകൂട്ടിയിരുന്ന ജനത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കുറിച്ച് ധാരാളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിവിധങ്ങളായ ചരിത്രങ്ങളിൽ അഹ്ലുസുഫയെക്കുറിച്ചുള്ള കഥകൾ കേട്ടാൽ സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിക്കുന്ന അവസ്ഥയായിരുന്നു അവരുടേത്. വളരെ പാവങ്ങളായിരുന്നു അവർ. ആ ആളുകൾ എത്രയായിരുന്നു അവരുടെ എണ്ണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയൂല. ചരിത്രത്തിൽ കാണുന്നത് 400ഓളം ആളുകൾ അങ്ങനെ പള്ളിയിൽ താമസിച്ചിരുന്നു എന്നാണ്. അവരുടെ എണ്ണം ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. 70 ആളുകൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്നാണ്. അവരുടെയൊക്കെ പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്ത് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ താമസിച്ചിരുന്ന ആളുകളിൽ പ്രഗത്ഭന്മാരായ ഒരുപാട് സഹാബിമാരുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ അഹ്ലുസുഫയിൽ താമസിച്ചിരുന്നയാളാണ്. മനസ്സിലാക്കണം, മദീനത്തെ മസ്ജിദിൽ തന്നെ കഴിയും. ഒരു ഭാഗത്ത് വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു മറ മാത്രമേയുള്ളൂ. 4 ഭാഗത്തു നിന്നും കാറ്റടിക്കും. അതിനുള്ള മതിലോ മറയോ ചുമരോ ഒന്നുമില്ല. ഒരു ഭാഗത്ത് അവരവിടെ തന്നെയാണ് കിടത്തവും ഇരുത്തവും ഒക്കെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദർസുകൾ കേട്ടുകൊണ്ടും ക്ലാസുകൾ കേട്ടുകൊണ്ടും ഇബാദത്തിൽ മുഴുകിക്കൊണ്ടും ആയത്തുകൾ മനഃപ്പാഠമാക്കിക്കൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ ഹൃദയസ്ഥമാക്കിക്കൊണ്ടുമൊക്കെ അവിടെ തന്നെ ആ പാവങ്ങൾ കഴിച്ചുകൂട്ടി. കാരണം അവർക്ക് വേറെ എവിടെയും പോവാനില്ല, കച്ചവടം ചെയ്യാൻ പണമില്ല, വേറെ പോകാൻ വീടില്ല, താമസിക്കാനും തലചായ്ക്കാനും ഇടമില്ല. മദീനത്തെ മസ്ജിദിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി. അവരിൽ പലരും നാട്ടിൽ മക്കയിൽ വലിയ സമ്പന്നരായിരുന്നു, വലിയ കഴിവും സ്വാധീനവുമൊക്കെയുള്ളവരായിരുന്നു. പക്ഷെ ഇസ്ലാമിന് വേണ്ടിയെല്ലാം ത്യജിച്ച് അവരിന്നിവിടെ മദീനയിലാണ്. അങ്ങനെയുള്ള ആളുകളാണ് അഹ്ലുസുഫ എന്നറിയപ്പെട്ടത്. അവരിൽ മുഹാജിറായി ഹിജറയായി കൊണ്ടുവന്നിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആ ഹിജറയിൽ വന്ന ആളുകളുടെ കൂട്ടത്തിൽ പല പ്രഗത്ഭരുമുണ്ട്. നമ്മൾ സാധാരണയായി കേട്ട് പരിചയമുള്ള പല സഹാബിമാരും അങ്ങനെയുള്ള ആ അഹ്ലുസുഫയിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ ഇബ്നു റവാഹ് ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഹാരിസത്ത് ഇബ്നു, അതുപോലെ തന്നെ പല രൂപത്തിൽ പല പേരുകളിലുള്ള ധാരാളം സഹാബിമാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? അവരുടെ ഇരുത്തവും കിടത്തവും താമസവും ഒക്കെ അവിടെ തന്നെയാണ്. ഇന്നും മസ്ജിദ് നബവിയിൽ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പോഴുള്ള മാറ്റങ്ങൾക്കും മുമ്പ് ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് പോയവർക്ക് കാണാമായിരുന്നു. പ്രത്യേകമായി അവിടെ ഗ്രില്ല് വെച്ച് തിരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉയർന്ന സ്ഥലം. അത് അഹ്ലുസുഫയുടെ ആളുകൾ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്താണ് ആ ഒരു ഇടം വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ തന്നെ അവർ കഴിച്ചുകൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ധാരാളം ഇൽമുകൾ കേൾക്കാൻ അതുകൊണ്ട് ഈ പാവങ്ങൾക്ക് സാധിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് സഹാബികളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മഹാൻ. എന്തേ കാരണം? എന്നിട്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രയാണ് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും ഹദീസുകളൊക്കെ കിട്ടിയത്? അദ്ദേഹം തന്നെ അതിനന്ന് കാരണം പറയുന്നുണ്ട്. ആളുകൾ പറയുന്നു, അബൂ ഹുറൈറക്ക് എത്ര ഹദീസാണ് കിട്ടിയത്, എന്തേ കാരണം എന്ന് മഹാനവറുകൾ വിശദീകരിച്ചിടത്ത് കാണാം. ആളുകളൊക്കെ അങ്ങാടികളിലേക്ക് പോകും. പലപ്പോഴും പല ആളുകളും പല ആവശ്യാർത്ഥം കടകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പോകും. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ തന്നെ ആയിരിക്കും, സന്തത സഹചാരിയായി നിഴൽ പോലെ പിന്തുടർന്ന്. അതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ കേൾക്കുവാൻ എനിക്ക് അവസരം കിട്ടി
എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. മാത്രമല്ല, മുഹാജിറുകളായ ഈ ആളുകളുടെ കൂടെ മദീനയിലുള്ള അൻസാരികളായ ചില ആളുകളും ഇവരുടെ കൂടെ താമസിച്ചിരുന്നു. ഇവരോടൊപ്പം ചേർന്ന് ഇവരുടെ കഷ്ടപ്പാടുകളും ഇവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ ഞങ്ങളും അനുഭവിക്കാം കുറച്ചൊക്കെ എന്ന് പറഞ്ഞ് മദീനക്കാരായ ആളുകൾ പോലും അവരുടെ ഉള്ള സൗകര്യങ്ങളിൽ നിന്ന് വിട്ട് ഇവരുടെ കൂടെ താമസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൻസാരികളായ ആളുകളുടെ കൂട്ടത്തിൽ കഅബ് ബിൻ മാലിക്കുൽ അൻസാരി, ഹംദലത്ത് ബിൻ അബി ആമിറുൽ അൻസാരി, ഹാരിസത്ത് ബിൻ നുഅ്മാനുൽ അൻസാരി തുടങ്ങിയിട്ടുള്ള അൻസാറുകളായ സഹാബിമാരും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം മുഹാജിറുകൾ അൻസാരികളിൽ നിന്ന് ചുരുങ്ങിയ ആളുകളും. മാത്രമല്ല, ഇവരുടെ എണ്ണം അങ്ങനെ ഏറും കുറയും ചെയ്യും. ഈ അഹ്ലുസുഫയുടെ എണ്ണം പള്ളിയുടെ തിണ്ണയിൽ താമസിച്ചിരുന്ന ആ ഒരു ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളുടെ എണ്ണം കൂടും കുറയും. കാരണം എന്താ? പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വിദൂര ദിക്കുകളിൽ നിന്ന് സംഘങ്ങൾ പ്രവാചകനെ കാണാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തും. അങ്ങനെ അവരിൽ പലരും മുസ്ലിമീങ്ങളാകും. മുസ്ലിമീങ്ങളായി തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ നാട്ടുകാർ സ്വീകരിക്കൂല. അങ്ങനെ സ്വീകരിക്കാതെ വരുമ്പോൾ അവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അവരും ഈ കൂട്ടത്തിൽ ചേരും. അങ്ങനെ 400ഓളമൊക്കെ ആളുകളുടെ എണ്ണം എത്തിയിരുന്നു എന്നാണ് ഈ അസ്ഹാബു സുഫ എന്നറിയപ്പെടുന്ന ഈ പട്ടിണി പാവങ്ങൾ. അവരുടെ പട്ടിണിയും അവരുടെ പ്രയാസങ്ങളുമൊക്കെ അറിയണമെങ്കിൽ സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്ന കരളലിയിക്കുന്ന സംഭവങ്ങളുണ്ട്. കേട്ടാൽ ആരുടെയും മനസ്സൊന്ന് പെടയാതിരിക്കില്ല. നമ്മളൊക്കെ ആലോചിക്കണം, ആ പാവങ്ങളായ ആളുകൾ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി എഴുത്തിക്കാഫിരുന്നു, ഇബാദത്തുകളിൽ മുഴുകി, ഖുർആൻ പഠനത്തിൽ അവർ മുഴുകി, പ്രവാചകന്റെ ദർസുകളിൽ അവർ മുടങ്ങാതെ അതെല്ലാം അവർ ശ്രമിച്ചു. പട്ടിണിയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ടും യുദ്ധങ്ങൾക്കുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ കഴിയാവുന്ന ആളുകളൊക്കെ ഇവരുടെ കൂട്ടത്തിൽ എന്ന് പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പോയിരുന്നു. ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ, ഖന്തഖിൽ പങ്കെടുത്തവർ, ഹുനൈനിൽ പങ്കെടുത്തവർ ഒക്കെ ഈ അഹ്ലുസുഫയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എത്ര വലിയ മഹാന്മാരായിരുന്നു അവര്. എന്നിട്ടും വളരെ ത്യാഗങ്ങൾ, അവരുടെയൊക്കെ ത്യാഗങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അക്ഷരാർത്ഥത്തിൽ അവരെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ദാരിദ്ര്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ ആ രംഗം വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ലഖദ് റഅയ്തു 70 മിൻ അസ്ഹാബിസ് സുഫ, അസ്ഹാബുസ് സുഫയുടെ ആളുകളായ മദീനത്തെ മസ്ജിദിന്റെ തിണ്ണയിൽ ഓരോരത്ത് ഒരു ചെരുവിൽ കോലായിൽ താമസിച്ചിരുന്ന ഈ പട്ടിണിപ്പാവങ്ങൾ, അദ്ദേഹം ഉണ്ടതിലെ 70ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 70 ആളുകളുടെയും കാര്യം കേട്ടോ. മാ മിൻഹും റജുലുൻ അലൈഹി റിദാഉൻ, അവരിൽ ഒരൊറ്റയാളും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തൊരു വസ്ത്രമുണ്ടായിരുന്ന വ്യക്തി. ഉടുക്കാനുള്ളൊരു മുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേൽത്തട്ടമില്ല, ചുമലിലിടാനൊരു തട്ടം പോലുമില്ലാത്ത ഒരൊറ്റ കഷ്ണം തുണി മാത്രമായിരുന്നു അവരുടെ വസ്ത്രം. ഇമ്മാ ഇസാറുൻ വ ഇമ്മാ കിസാഉൻ ഖദ് റബതു ഫി അഅനാഖിഹിം, അവർക്കാകെ ഉണ്ടായിരുന്നത് ഒരു ഉടുതുണിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പുതപ്പ്. ആ പുതപ്പ് അവരെന്തു ചെയ്യും? നമസ്കരിക്കണ്ടേ, ആളുകൾക്കിടയിൽ ഇറങ്ങണ്ടേ? ഖദ് റബതു ഫി അഅനാഖിഹിം, അവരുടെ പെരടിയിലേക്ക് പിടിച്ചു കെട്ടും. ആകെയുള്ളൊരു വസ്ത്രം കൊണ്ട് കഴുത്തിൽ പിടിച്ചു കെട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്കാകെയുള്ള ഒരു ഉടമുണ്ട്, അതിൻ്റെ 2 ഭാഗവും കൂടി കഴുത്തിൽ കെട്ടിയാൽ ഫമിൻഹാ മാ യബ്ലുഗു നിസ്ഫ സാഖൈൻ, അങ്ങനെ ചിലരുടെ കണങ്കാല് വരെ, കണങ്കാലിൻ്റെ പകുതി വരെയൊക്കെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചു കെട്ടിയാൽ അത്ര വലിപ്പത്തിലുള്ളത്. ഫമിൻഹാ മാ യബ്ലുഗുൽ കഅബൈൻ, ചിലതൊക്കെ നെരിയാനിയുടെ അടുത്തോളം വരെ തൂങ്ങി നിൽക്കും. എന്നിട്ട് ഫയജ്മഉഹു ബിയദൈഹി, കൈകൾ കൊണ്ട് ആ സഹാബിമാർ അവരുടെ വസ്ത്രം കൂട്ടിപ്പിടിക്കലായിരുന്നു പതിവ്. കറാഹിയത അൻ തുറാ ഔറതുഹു, ഔറത്ത് കാണാതിരിക്കാൻ. നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഔറത്ത് വെളിവാകും.
സുജൂദിലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകും. പലപ്പോഴും ആ കാലത്ത് ബാക്കിൽ നമസ്കരിക്കുന്ന സ്ത്രീകളോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരുന്നു, നിങ്ങളുടെ മുമ്പിൽ സഫിൽ നിസ്കരിക്കുന്ന പുരുഷന്മാർ എഴുന്നേറ്റു എന്ന് ഏകദേശം നിങ്ങൾക്കൊരു ധാരണ വന്നിട്ടല്ലാതെ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്ന്. കാരണം അങ്ങനെ എഴുന്നേറ്റാൽ മുമ്പിലുള്ള സഫിലുള്ള ഈ സഹാബിമാരുടെ ഔറത്തായിരിക്കും കണ്ണിൽപ്പെടുക. കാരണം കുറിയ വസ്ത്രം, ഔറത്ത് മറയാൻ മാത്രമുള്ള ഒരു വസ്ത്രം സുജൂദിലേക്ക് പോയാൽ അത്രത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന് വെളിവാകുന്ന ചെറിയ വസ്ത്രം, സഹോദരന്മാരെ, ഊഹിക്കാൻ പോലും നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ വളർത്തിയുണ്ടാക്കിയതാണ് ഇസ്ലാം. അങ്ങനെ പട്ടിണി കിടന്ന പരിവട്ടമായി പ്രയാസത്തോടുകൂടെയായിരുന്നു ഈ അഹ്ലുസുഫയുടെ മെമ്പർമാരെ ആളുകൾ മദീനത്തെ പള്ളിയിൽ കഴിച്ചുകൂട്ടിയിരുന്നത്. ഇനിയും നമ്മൾ അറിയണം അവരുടെ അവസ്ഥ. അവരെ എന്നിട്ടും അവർ യുദ്ധങ്ങൾക്കൊക്കെ പോയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനി അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം കേട്ടോളൂ. അവർക്കാകെ എന്നും കിട്ടുക എന്താണ്? ഒരൽപ്പം കാരക്കയാണ് ഉണ്ടാവുക, വെള്ളം ഉണ്ടാവും കുറച്ച്. അത് തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റേഷനായിരിക്കും. ഒരു ദിവസം 2 സഹാബിമാർക്കും കൂടെ ഒരു മുദ്ദ് കാരക്ക കൊടുക്കും. ഒരു മുദ്ദ് കാരക്ക അത് 2 ആൾക്കുള്ളതാണ്. ആ 2 ആൾക്കുള്ള കാരക്കയാണ് ഒരു ദിവസം. അതാകെ അന്നുള്ള ഭക്ഷണം അതാണ്. അതുകൊണ്ട് അവസാനിപ്പിച്ചോളണം. ഒന്നുമില്ല, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. പട്ടിണി പാവങ്ങളാണ്. എന്നിട്ട് മഹാന്മാരായ സഹാബത്ത് പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, അവർക്ക് അന്ന് കിട്ടിയിരുന്ന ആ ഉള്ള ഭക്ഷണം അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ പട്ടിണിയാണല്ലോ, പ്രയാസമാണല്ലോ എന്നുള്ളത് കൊണ്ട് അവരാരും ആർത്തി കാണിച്ചിരുന്നില്ല. തൻ്റെ സഹോദരൻ്റെ അവകാശത്തെ പിടിച്ചു വാങ്ങി ആർത്തി കാണിച്ചിരുന്നില്ല. വിശന്ന് വലഞ്ഞ് ആകെ കിട്ടിയ ഇതുകൊണ്ട് 2 ആളും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 ആളോ 4 ആളോ കൂടിയിട്ടൊരു ആകെ കിട്ടിയതില്ല ഒരു പാത്രത്തിലാക്കിയിട്ട് കഴിക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഓരോന്നെടുക്കണം എന്നാണ് നിയമം, ചിലപ്പോൾ 2 എണ്ണം ഒന്നിച്ചെടുത്ത് വായിലിടും. അപ്പം തന്നെ ആ സഹാബി മറ്റേ ആളോട് കൂടെ ഇരിക്കുന്നവരോട് പറയും, എനിക്ക് വല്ലാത്ത വിഷമം കൊണ്ട് ഞാൻ 2 എണ്ണം എടുത്ത് വായിലിട്ടിട്ടുണ്ട് കേട്ടോ, ഒരിക്കൽ 2 എണ്ണം എടുത്ത് വായിലിട്ടിട്ട് ഒരുമിച്ച് നിങ്ങളും എടുത്തോളൂ കേട്ടോ എന്ന് വരെ പറഞ്ഞിരുന്നു എന്നാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ പലപ്പോഴും കുറേ സമയം ചെലവഴിക്കും. അവർക്കൊരാശ്വാസത്തിന് പ്രവാചകൻ കൂടെയിരിക്കും. ധാരാളമായി അവരുമായി സംസാരിക്കും. അവരുടെ കൂടെ തന്നെ പ്രവാചകൻ അധിക സമയവും കഴിച്ചുകൂട്ടും. അവരുടെ വിഷമങ്ങൾ ആരായും, അവരുടെ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അള്ളാന്റെ റസൂല് സഹാബിമാരോട് പറയും. ഈ ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ കാന ഇൻദഹു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മറത്തൻ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ കാന ഇൻദഹു തആമു സ്നൈനി, മൻ കാന ഇൻദഹു, ആരുടെയെങ്കിലും അടുക്കലുണ്ടെങ്കിൽ, തആമു സ്നൈനി, 2 ആൾക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, ഫല്യദ്ഹബു ബിസാലിസിൻ, 3-മതൊരാളെ അയാൾ കൊണ്ടുപോകട്ടെ. വമൻ കാന ഇൻദഹു തആമു അർബഅത്തിൻ, ആരുടെയെങ്കിലും കയ്യിൽ 4 പേർക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, ഫല്യദ്ഹബു ബിഖാമിസിൻ ബിസാദിസിൻ, 5ഓ 6ഓ ആളുകളെ അയാൾ കൊണ്ടുപോകട്ടെ എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിട്ട് എപ്പോഴും എന്തു ചെയ്യും? ഓരോ ദിവസവും അവിടെ കൂടിയ ആളുകളെ സഹാബിമാരോട് ഇങ്ങനെ പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഈ പാവങ്ങളെ കൊണ്ടുപോകണം എന്ന്. എത്രത്തോളം ചില റിപ്പോർട്ടുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു, തആമുൽ വാഹിദി യക്ഫിൽ ഇസ്നൈൻ, ഒരാളുടെ ഭക്ഷണം 2 ആൾക്ക് മതിയാകും കേട്ടോ. വ തആമുൽ ഇസ്നൈനി, 2 പേർക്കുള്ള ഭക്ഷണം യക്ഫിൽ അർബഅ, 4 പേർക്ക് മതിയാകും. വ തആമുൽ അർബഅ, 4 പേരുടെ ഭക്ഷണം യക്ഫിസ് സമാനിയ, 8 പേർക്ക് മതിയാകും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പൊതുവായൊരു തത്വം അവിടുന്ന് പറയാണ്,
നമ്മളൊക്കെ വിചാരിക്കും ആളുകൾ കുറഞ്ഞാലാണ് ബർക്കത്തുണ്ടാവുക. അല്ല, ഭക്ഷണം ഉള്ള ഭക്ഷണത്തിലേക്ക് പകുത്ത് ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ ബർക്കത്ത് കൂടും. ഒരാൾക്കുള്ളത് 2 ആൾക്ക് മതി, 2 പേർക്കുള്ളത് 4 പേർക്ക് മതിയാകും, 4 ആൾക്കുള്ളത് 8 പേർക്ക് മതിയാകും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവങ്ങളായ ആളുകളോട് ഒരുമിച്ചിരുന്ന് പാവങ്ങൾക്ക് ഫുഡ് നൽകുന്നത്, അവരോട് ഒരുമിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ കൂടി തനിക്കുള്ള ഭക്ഷണത്തിൽ ഷെയർ ചെയ്യുന്നത് വലിയ പ്രോത്സാഹനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പറഞ്ഞിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പാവങ്ങളുടെ അവസ്ഥ ഇങ്ങനെ കാണുകയാണല്ലോ, എപ്പോഴും കാണും. എല്ലാ നേരവും വീട്ടിൽ പോയിട്ട് ചോദിക്കും, ഭാര്യമാരോട്, നമ്മുടെ ഉമ്മമാരോട് ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഉള്ളതെന്താണെങ്കിൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് അങ്ങോട്ട് വിളിക്കും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിലൊക്കെ അത്ഭുതങ്ങൾ, കറാമത്തുകൾ സംഭവിച്ച ചരിത്രമാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് വിശദീകരിക്കാം. ഏതായാലും അന്നത്തെ ദാരിദ്ര്യത്തിന്റെ കടുപ്പം നിങ്ങൾ നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പലപ്പോഴും ഞാനെന്ന് മാത്രല്ല പല സഹാബിമാരും സഫിൽ കുഴഞ്ഞു വീഴും, ബോധം കെട്ട് വീഴും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പലപ്പോഴും അദ്ദേഹം ഓർക്കുന്നുണ്ട്, നിസ്കാരത്തിൽ അദ്ദേഹം ബോധം കെട്ട് വീണിട്ടുണ്ട്. നബിതങ്ങൾ ഖുത്ബ നിർവഹിച്ചിരുന്ന മദീനയിലെ മിമ്പറിന്റെയും അള്ളാന്റെ റസൂല് താമസിച്ചിരുന്ന ആയിഷ ബീവിയുടെ റൂമുള്ള അതിൻ്റെയും ഇടക്കുള്ള ആ റൗള എന്ന് പറയുന്ന സ്ഥലത്ത് പല അവസരത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ആളുകളൊക്കെ പറയും, അബൂ ഹുറൈറക്ക് എന്താണ് വല്ല മാനസികമായി വല്ല തകരാറുമുണ്ടായിട്ടാണോ ഇടക്കിടങ്ങനെ ബോധം പോകുന്നത് എന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടാകും. ആ അവസ്ഥയിലും ആ ബോധ മനസ്സിൽ തളർന്നു കിടക്കുമ്പോഴും ചിലപ്പോൾ ആളുകൾ അങ്ങനെ അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭ്രാന്തോ മാനസിക രോഗമോ ഒന്നും അല്ല, അൽ ജൂ, വിശപ്പ് കൊണ്ടായിരുന്നു. വിശന്നിട്ട് വീഴാണ് നിസ്കരിക്കുമ്പോൾ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്നാ പറയുന്നത്. എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും അകം വളഞ്ഞ്. ഒന്നുമില്ല കഴിക്കാൻ. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, ഒന്നുമില്ല അവരുടെ കയ്യിൽ കഴിക്കാൻ. അങ്ങനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് നാളുകളോളം ഞാൻ മദീനയിലെ പള്ളിയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പല സഹാബിമാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല അവര് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ഞാൻ എന്തു ചെയ്യും, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നബിയും സഹാബിമാരും ഒക്കെ പോകുന്ന വഴിയിൽ ഞാൻ പോയിട്ടിങ്ങനെ ഇരിക്കും. എന്തിന്? ആരെങ്കിലുമൊക്കെ വിളിക്കോ നോക്കാൻ. എന്നാൽ എന്നെ നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? എനിക്ക് വിശക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകൂ എന്ന് അദ്ദേഹം പറയുമോ? അത് പറയൂല. ഇവരൊക്കെ പോകുന്ന വഴിയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കും. പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ വഴി നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു രംഗമുണ്ട്. എന്താണെന്നറിയോ? അങ്ങനെ ഒരിക്കൽ ഞാൻ ഇരുന്നപ്പോൾ അള്ളാന്റെ റസൂൽ അതിൽ കടന്നുപോയി. അള്ളാന്റെ റസൂലല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കടന്നുപോയി അതിലൂടെ. അപ്പം ഞാൻ അദ്ദേഹത്തിന് സലാം ചൊല്ലിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഞാനൊരു ആയത്ത് ഓതിയിട്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ഞാൻ ആ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് എനിക്ക് ആയത്ത് പഠിക്കാനൊന്നും ആയിരുന്നില്ല. എൻ്റെ അവസ്ഥ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് കാണട്ടെ. ഞാനിങ്ങനെ ആയത്തൊക്കെ ചോദിക്കുമ്പോൾ അബൂ ഹുറൈറ നീ വല്ലതും കഴിച്ചോ? എന്നിട്ട് എന്നോട് ചോദിച്ചു കൂടെ കൂട്ടിയാലോ? അതിനു വേണ്ടിയാണ് ഞാൻ ആ ആയത്ത് ചോദിച്ചിരുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ആയത്ത് ചോദിച്ചു. അദ്ദേഹം എനിക്കതിൻ്റെ വിശദീകരണവും കാര്യമൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലായില്ല, അദ്ദേഹം പോയി. പിന്നെ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹത്തോട് ഞാനൊരു ആയത്തിനെ കുറിച്ച് സംശയം ചോദിച്ചു. എൻ്റെ ഉദ്ദേശം എന്താണ്? ആയത്ത് പഠിക്കലല്ല, അതൊക്കെ എനിക്കറിയാം. എൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ എൻ്റെ ആ ദയനീയാവസ്ഥ എന്ന് കണ്ടിട്ട് അദ്ദേഹം എന്നോട് വല്ലതും കഴിച്ചോ, വീട്ടിലേക്ക് പോന്നോ എന്ന് പറഞ്ഞെങ്കിലോ
എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ എനിക്ക് വിശക്കുന്നുണ്ട് എന്നെ പുരയിലേക്ക് കൊണ്ടുപോകുമോയെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ മഹാനവറുകൾക്കും അത് മനസ്സിലായില്ല. അദ്ദേഹവും പോയി, കടന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് മൂന്നാമനായി അതാ കടന്നു വരുന്നു മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ആ രംഗം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ചരിത്രത്തിൽ നിന്ന് തന്നെ, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുള്ള ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രത്യേകമായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോന്നപ്പോൾ എന്നെ ഒന്ന് നോക്കി, എന്നെ ഒന്ന് കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിച്ചു. എൻ്റെ മുഖത്ത് പ്രകടമായ വിശപ്പിൻ്റെ കാഠിന്യം അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിലായി. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ. ഞാൻ പറഞ്ഞു, എന്തേ നബിയെ? വാ, എൻ്റെ കൂടെ വാ. ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പിന്നാലെ പോയി വീട്ടിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കപ്പിൽ അല്പം പാലിരിക്കുന്നുണ്ട്. ആ പാല് കണ്ടപ്പോൾ വീട്ടുകാരോട് ചോദിച്ചു, എവിടുന്നാ ഈ പാല് കിട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, ഇത് നിങ്ങൾക്കൊരാൾ ഹദിയ കൊണ്ട് തന്ന ഒരു ഗ്ലാസ് പാലാണ് എന്ന് പറഞ്ഞു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വേഗം അബൂ ഹുറൈറയുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, അവിടെ ഉണ്ടല്ലോ പള്ളിയിൽ ഒരുപാട് ആളുകൾ, അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അക്ഷരാർത്ഥത്തിൽ അതെൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയത്. കാരണം ആകെ ഒരു പാത്രത്തിൽ ഒരു തുള്ളി പാലാണുള്ളത്. ഈ പാലും കൊണ്ട് അത്രയും ജനക്കൂട്ടത്തിൻ്റെ അരികിലേക്ക് പോയി ഞാൻ അവരെ വിളിച്ചു കൊണ്ടുവന്നാൽ ഉള്ളതൊക്കെ അവർ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടൂലല്ലോ. വിശന്നിട്ട് വയ്യ, എന്ത് ചെയ്യും? നബിതങ്ങളാണെങ്കിൽ ഇങ്ങനെ പറയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ വെച്ച് നീട്ടിയ ആ പാൽപാത്രവുമായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആളുകളെ വിളിച്ചു കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ബാക്കിയുള്ള പാവങ്ങളായ, അന്ന് മസ്ജിദിലുള്ള പട്ടിണി പാവങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുവരികയാണ്. വിളിച്ചു കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ഓരോരുത്തർ കുടിക്കുന്നു, അടുത്ത ആൾക്ക് കൈമാറുന്നു, അടുത്ത ആൾക്ക് കൈമാറുന്നു, അതിലാൾ അടുത്ത ആൾക്ക് കൈമാറുന്നു. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇവർ ഈ കുടിക്കുന്നത്? ഒക്കെ എല്ലാവരും കുടിക്കുന്നുണ്ട്. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ റസൂല് അബൂ ഹുറൈറയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനും നീയും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ഞാനും നീയും മാത്രമാണ് അബൂ ഹുറൈറ ബാക്കിയുള്ളത്. അതേ നബിയെ, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അബൂ ഹുറൈറ കുടിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ആ ഒരു കപ്പ് പാല് ഞാൻ കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, കുടിച്ചോ, ഇനിയും കുടിച്ചോ, ഇനിയും കുടിച്ചോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, പ്രവാചകരെ, ഇനി എൻ്റെ വയറ്റിൽ സ്ഥലമില്ല, ഇനി എനിക്ക് കുടിക്കാൻ വയ്യ, വയറ്റിൽ സ്ഥലമില്ല. എല്ലാം കഴിച്ച് ബാക്കി അള്ളാഹുവിൻ്റെ റസൂല് ഉണ്ട്, അള്ളാഹിൻ്റെ റസൂലും ബാക്കി കഴിച്ചു. എന്നിട്ടും പാല് ആ പാത്രത്തിൽ ബാക്കിയാണ്. പാല് ആ പാത്രത്തിൽ ബാക്കിയാണ്. 300ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 300ഓളം ആളുകൾ ആ ഒരു കപ്പ് പാലിൽ നിന്ന് കുടിച്ചു. മുസ്തഫയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ ഒരു കറാമത്തായിരുന്നു അത്. ഒരു അമാനുഷികമായ സംഭവമായിരുന്നു അത്. നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെയുള്ള സംഭവമാണ് ഇനി സഹോദരങ്ങളെ നമുക്ക് ഈ ഒന്നാമത്തെ ഹദീസിൽ തന്നെ കേൾക്കുവാനുള്ളത്. ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച ഈ സംഭവമല്ല നമുക്കിനി കേൾക്കാനുള്ള സംഭവം. അതോടനുബന്ധമായ സമാനമായ ചില കാര്യങ്ങളാണ്. ഭക്ഷണം വർദ്ധിച്ച സംഭവമാണ് നമുക്ക് കേൾക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഇതെല്ലാ ഘട്ടത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നോ? ഇല്ല, ചില ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഅ്സത്തും കറാമത്തുമൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന നബിയിലൂടെ അല്ലെങ്കിൽ വലിയിലൂടെ അവനാണത് പ്രകടിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്? നബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ? നബിതങ്ങളുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ ഓരോ പിറവി ചന്ദ്രനെയും കാണും. 2-3 മാസമൊക്കെ
ഈ വീട്ടിൽ തീ പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സഹാബിമാര് ചോദിച്ചു, ഉമ്മ അന്ന് നിങ്ങളുടെ ഭക്ഷണം എന്തായിരുന്നു? ഉമ്മ മറുപടി പറഞ്ഞത് വെള്ളവും കാരക്കയും മാത്രമായിരുന്നു എന്നാണ്. അന്നൊക്കെ അങ്ങനെ ഭക്ഷണം വർദ്ധിക്കേ പാല് വർദ്ധിക്കേ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ചില അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സഹാബിമാരൊക്കെ ആ പാല് കുടിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ട് വസ്ത്രമില്ല, ചെരുപ്പില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, തലചായ്ക്കാൻ വേറെ ഇടമില്ല, ഈങ്ങി മുഷിഞ്ഞ വസ്ത്രമാണ്. കാരണം കിടപ്പ് മണൽ വിരിച്ച പള്ളിയിലാണ്, വിയർത്തൊഴുകുകയാണ്. ആ വിയർപ്പിൽ തന്നെ അവർ കിടക്കും. അതുകൊണ്ട് ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ മണ്ണൊട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു രൂപത്തിൽ പൊടിപുരണ്ട ശരീരവുമായി ധാരാളം സഹാബിമാർ മദീനത്തെ മസ്ജിദിൽ കിട്ടുന്ന ഈത്തപ്പഴം കഴിച്ച്, അപ്പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ തോട്ടത്തിൽ നിന്ന് അവർക്ക് അനുവദിച്ച് കിട്ടുന്ന വെള്ളം കുടിച്ച് അവിടെ കഴിച്ചുകൂട്ടി. 8-9 കൊല്ലം അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നീട് ബൈത്തുൽ മാലിലേക്ക് ഇത്തിരി സമ്പത്തൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ കുറച്ച് മുമ്പുള്ള കാലഘട്ടമൊക്കെ ആയപ്പോൾ ഇവർക്കൊക്കെ ആവശ്യത്തിനുള്ള പട്ടിണി കിടക്കാതെ ഭക്ഷണമൊക്കെ നൽകാനുള്ളൊരവസ്ഥ ഇസ്ലാമികമായ പൊതു ഖജനാവിന് ബൈത്തുൽ മാലിനുണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കൊക്കെ കൊടുത്തിരുന്നു. ഒരു ഹദിയ വന്നാൽ വിധങ്ങൾ ആളുകൾ കൂടിയിടത്തൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടി പറയും, പാവങ്ങൾക്ക് ധർമ്മം ചെയ്യൂ എന്ന് പറയും. ഒരു ഹദിയ കിട്ടിയാൽ അതാണ്ട് കൊടുത്തേക്കും, ഇവർക്ക് കൊടുക്കും. ആരെങ്കിലും സംഘങ്ങൾ പ്രവാചകൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്പം മാത്രം വീട്ടിലെടുത്തിട്ട് എല്ലാവർക്കാണ് കൊടുക്കും. ഒരിക്കൽ കുറേ അടിമകളെ കിട്ടി, യുദ്ധത്തിൻ്റെ സമ്പത്തായിക്കൊണ്ട് അടിമകളെ കിട്ടി. അപ്പം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു, മരുമകൻ അലി റളിയല്ലാഹു അൻഹു ഒക്കെ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കല്യാണമൊക്കെ കഴിഞ്ഞ് അലിയാരുടെ കൂടെ താമസിക്കുമ്പോൾ വീട്ടുവേല ചെയ്തിട്ട് കയ്യിലൊക്കെ തഴമ്പാണ്. അഥവാ ഈ കല്ല് പിടിച്ച് തിരിച്ചിട്ട് അതുകൊണ്ട് ഗോതമ്പ് പൊടിച്ചുണ്ടാക്കി അതുകൊണ്ടുള്ള റൊട്ടിയും പരിക്കൻ റൊട്ടിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുന്നത്. ആ നിലക്ക് പണിയെടുത്ത് കയ്യുമ്മലൊക്കെ തഴമ്പ് പൊട്ടി പ്രയാസപ്പെട്ടപ്പോൾ ഇങ്ങനെ അല്പം ഏതൊക്കെയോ പ്രദേശത്ത് നിന്ന് അടിമകൾ വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് നമുക്ക് വീട്ടിലെ ഒരല്പം സേവകരായി സഹായികളായിട്ട് ഉപ്പാനോട് പറഞ്ഞാൽ അനുവദിച്ച് കിട്ടുമൊക്കെന്നുള്ള ഒരു മോഹം കൊണ്ട് മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ഒരിക്കൽ പോയിട്ട് സങ്കടം പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല, ഭാര്യമാരാ ഉണ്ടായിരുന്നത്. അവരോട് പറഞ്ഞു വിഷയം. റസൂലുള്ള വന്നപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ വന്നിരുന്നു, ഇന്നതായിരുന്നു ആവശ്യം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് രണ്ടാളും അപ്പം കിടന്നിട്ടുണ്ട്. കിടന്ന മരുമകൻ്റെയും മകളുടെയും അടുക്കൽ പോയി ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേലക്കാരനെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ പരാതി പറഞ്ഞ് വീട്ടിലെത്തിയതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചില ദിക്റുകൾ പറഞ്ഞു തരാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് 33 പറയണം, അൽഹംദുലില്ലാഹ് 33 പറയണം, അല്ലാഹു അക്ബർ 33 അല്ലെങ്കിൽ 34 പറയണം. അത് നിങ്ങൾക്ക് നല്ല ഒരു ഖാദിമിനെ, ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്കത് ഖൈറാണ് എന്നൊക്കെ പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ അവിടുന്ന് അന്ന് പറഞ്ഞു, മോളെ, ഇവിടെയുള്ള ആളുകളായ ഈ അടിമകളെ എനിക്ക് തരാൻ നിവൃത്തിയില്ല. കാരണം ഈ പള്ളിയിൽ താമസിക്കുന്ന പട്ടിണി പാവങ്ങൾ വിശന്നു പൊരിയുന്നവരാണ്. ഈ അടിമകളിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്പമെങ്കിലും ഒരു സമ്പത്ത് കിട്ടിയാൽ അത് ഇവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഉപ്പാക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. വിശന്ന് വലഞ്ഞു കിടക്കുന്ന ആ പാവങ്ങളുടെ പട്ടിണി കണ്ടുകൊണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് മോളെ, നിനക്ക് ഇവരെ തന്ന് സഹായിക്കുവാൻ ഉപ്പാക്ക് തൽക്കാലം നിവൃത്തിയില്ല എന്ന് മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്നുവരെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അങ്ങനെ ഇസ്ലാമികമായ ആ ആദ്യ കാലഘട്ടത്തിൽ ഏറെ ത്യാഗം സഹിച്ചുകൊണ്ടാണ്
മഹാന്മാരായ സഹാബികൾ ഈ ഇസ്ലാം ദീനിനെ വളർത്തിയത്. നമ്മൾ സുഖത്തിൻ്റെ പറുദീസയിൽ ഉല്ലസിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശുഷ്കാന്തിയുള്ളവരാണ്, എത്രത്തോളം പാവങ്ങളെ സഹായിക്കുന്നതിൽ സന്മനസ്സുള്ളവരാണ്. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴേക്ക് എത്രമാത്രം ഡിപ്രഷനും നിരാശയുമാണ് നമ്മെ പിടികൂടുന്നത്. എത്രമാത്രം സംഘർഷഭരിതമായിട്ടുള്ള ടെൻഷനാണ് നമ്മുടെ മനസ്സുകളെ വരിഞ്ഞു മുറുക്കുന്നത്. ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടുകൂടെ കഴിഞ്ഞു എന്നുള്ള പാഠം അതും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയിൽ അവിടെ താമസിച്ചിരുന്ന, അതിൻ്റെ ഒരു ചെരുവിൽ താമസിച്ചിരുന്ന, വീടോ കിടപ്പാടമോ ഇല്ലാത്ത ഈ പാവങ്ങൾ, ഇവരാണ് അഹ്ലുസ്സുഫ, ഇവരാണ് അസ്ഹാബുസ്സുഫ എന്നറിയപ്പെട്ടിരുന്നവർ. ആ അസ്ഹാബുസ്സുഫയെ കുറിച്ചാണ് ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം പറയുന്നത്. അവരാരായിരുന്നു? കാനു ഉനാസൻ ഫഖറാ, അവർ പരമദരിദ്രരായ ചില ആളുകളായിരുന്നു. വഅന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂല്, ഖാല, അവിടുന്ന് പറഞ്ഞു, മറത്തൻ, ഒരു ദിവസം, മൻ കാന ഇൻദഹു തആമു സുനൈനി, ആരുടെയെങ്കിലും അടുക്കൽ രണ്ടാൾക്കുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടാളുണ്ടെങ്കിൽ രണ്ടാൾക്കുള്ള ഭക്ഷണമുള്ളവർ മൂന്നാമനെ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ, നാലാൾക്കുള്ള ഭക്ഷണമുള്ളവൻ 5ഓ 6ഓ ഒക്കെ ആളുകളെ കൊണ്ടുപോകട്ടെ. ഔ കമാ ഖാല, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ എത്രയാണോ പറഞ്ഞത് അത്ര. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. അതാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹദീസിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞ് വിശദീകരിക്കാം. ആമുഖമായി ആരായിരുന്നു അസ്ഹാബു സുഫ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ആ മഹാരഥന്മാരായ മഹാന്മാരുടെ ചരിത്രം ഒന്നറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് ആമുഖമായി ഇന്നത്തെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. റഹ്മാനായ റബ്ബ് അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മെക്കൊണ്ടാവുന്നത് ചെയ്യുവാനും അവൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാതെ ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെട്ട് ജീവിച്ച് മരിക്കുവാനുമൊക്കെ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാന്മാർ നടന്നുപോയ, ത്യാഗം സഹിച്ചുണ്ടാക്കിയ ഈ ദീനുൽ ഇസ്ലാം, അതിൻ്റെ മാർഗത്തിൽ തൗഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മെക്കൊണ്ടാകുന്ന നിലക്ക് നമ്മളും ചെയ്യേണ്ടതുണ്ട് എന്ന ഗുണപാഠം കൂടി ഈ മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളായ നമ്മളും വിലയിരുത്തുക, ഉൾക്കൊള്ളുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.